2025 ഭയങ്കര ടഫല്ലേനോ, അടുത്ത കൊല്ലം അങ്ങനെ ആവാലോ. ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. ചിലപ്പോൾ അടുത്ത കൊല്ലം ഈസി ആണെങ്കിലോ അത് പറയാൻ പറ്റില്ല. ഞങ്ങൾ എഴുതിയ എക്സാമിന് കണക്കില്ല, കാരണം അത്രക്കും എക്സാം എഴുതി. ഇപ്പൊ എൻ്റെ വീട്ടിന്റെ ഒരു ഷെൽഫ് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ പാറ്റേൺ മാറ്റരുത് തന്നെ ഇൻസ്ട്രക്ഷൻസ് കുറെ തന്നിരുന്നു. നമ്മൾ എന്താണോ ശീലിച്ചത് അതന്നെ ആയിരിക്കണം നീറ്റിന് നമ്മൾ ചെയ്യേണ്ടത്. ഹായ് മക്കളെ, 2025 നീറ്റ് എക്സാം കഴിഞ്ഞു. 2026 നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഡോപ്പയിലെ ടോപ്പേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഈ സെക്ഷനിൽ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ഡോപ്പയിലെ ടോപ്പേഴ്സിൽപ്പെട്ട വയനാട്ടിൽ നിന്നുള്ള മുബീനയാണ്. മുബീനയെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മുബീന. ഒരുപാട് കാര്യങ്ങൾ മുബീനയിൽ നിന്ന് ഇനി നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നത്, 2025 നീറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ മോൾക്ക് എന്ത് ഫീൽ ചെയ്തു? എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ മോൾക്ക് അനുഭവപ്പെട്ടത്? ഞാൻ സാധാരണ കെമിസ്ട്രിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യല്. അപ്പോൾ കെമിസ്ട്രി ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ കണ്ട് ഞാൻ അപ്പോൾ ഈസി ആവും കുഴപ്പമില്ല അങ്ങനെ വിചാരിച്ച് കെമിസ്ട്രി ഇങ്ങനെ ചെയ്ത് പോയി. പിന്നെ ഞാൻ ബയോളജി ചെയ്ത്. ബയോളജിയും കുറേ ലെങ്തി ക്വസ്റ്റ്യൻസ്. പക്ഷേ എക്സാം എഴുതുമ്പോൾ എനിക്കിത് ഭയങ്കര ടഫാന്ന് അങ്ങനെ ഫീൽ ചെയ്തില്ല. ടൈം നമുക്ക് എക്സാം തുടങ്ങാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് കുറേ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എക്സാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. അപ്പോൾ എക്സാം തുടങ്ങാൻ ലേറ്റായി എന്ന് പറയുമ്പോൾ ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് പേപ്പർ തരാൻ വൈകിയെന്നാണോ? പേപ്പർ 2 മണിക്ക് ശേഷം നമ്മൾ ഇത് ഫില്ല് ചെയ്തൊക്കെ കഴിഞ്ഞത്. ഏകദേശം 2:10 അങ്ങനെ ആയിക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ. അപ്പോൾ തുടക്കം തന്നെ ലേശം വൈകിയത് കൊണ്ട് ഒന്ന് ടെൻഷൻ ആയോ? പക്ഷെ കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച്. ഓക്കെ. നോർമലി മോള് എക്സാമൊക്കെ ഡോപ്പയിലെ മോക്ക് ടെസ്റ്റുകൾ, ഒരുപാട് മോക്ക് ടെസ്റ്റ് ഡോപ്പയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് മാത്രം ഏകദേശം ഒരു 23 മോക്ക് ടെസ്റ്റുകൾ 720 എക്സാക്റ്റ് നീറ്റ് പാറ്റേണിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ മുബീന ആൻസർ ചെയ്യുമ്പോൾ ആദ്യം കെമിസ്ട്രി തന്നെ ആയിരുന്നോ തുടങ്ങിയിരുന്നത്? അത് നമ്മൾ പാറ്റേൺ മാറ്റരുത് തന്നെ ഇൻസ്ട്രക്ഷൻസ് കുറെ തന്നിരുന്നു. നമ്മൾ എന്താണോ ശീലിച്ചത് അതന്നെ ആയിരിക്കണം നീറ്റിന് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ കെമിസ്ട്രിയിലായിരുന്നു എപ്പോഴും തുടങ്ങിയത്. കെമിസ്ട്രി തന്നെ നീറ്റിലും അങ്ങനെ തന്നെ ചെയ്തു. ഓക്കെ. പൊതുവേ കുട്ടികൾ ഫിസിക്സിനെ കുറിച്ച് വലിയ പ്രയാസങ്ങൾ നീറ്റ് 2025 കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്. മുബീനക്ക് എന്ത് തോന്നി ഫിസിക്സിൻ്റെ സെക്ഷനിൽ എത്തിയപ്പോൾ? എനിക്ക് ഫിസിക്സ് തുടങ്ങുമ്പോൾ തന്നെ ടൈം കുറച്ച് ബാക്കി നമുക്ക് സാധാരണ കിട്ടുന്നതിലും ടൈം കുറച്ചതിനും ഫിസിക്സിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്ത് എനിക്കൊന്നും കിട്ടുന്നില്ല. ഫുൾ ഞാൻ റൗണ്ട് ഇട്ട് അടുത്ത റൗണ്ടിൽ വരാമെന്ന് വിചാരിച്ചു. കിട്ടുന്നതൊക്കെ ചെയ്ത് പോയി. പിന്നെ റൗണ്ട് ഇട്ട് പോയി. സമയം കുറച്ചേ ബാക്കിയുള്ളൂ. ഫുൾ റൗണ്ട് ആണ്, കുറേ റൗണ്ടും. അപ്പോൾ കുറച്ച് ടെൻഷനായി. കയ്യിൽ നിന്ന് പോയെന്നൊക്കെ തോന്നിയോ ക്ലാസ് എക്സാം ആണെന്ന്? എക്സാം കയ്യിൽ നിന്ന് വരെ അങ്ങനെ തോന്നിയില്ല. പേപ്പർ കൊടുത്തപ്പോൾ ഇത് എന്തൊക്കെയാണ് സീനാണ് എന്നൊക്കെ തോന്നിപ്പോയി. ഇപ്പോൾ മൈൻഡൊക്കെ ഒന്ന് ശാന്തമായി. ഇപ്പോൾ സിറ്റുവേഷനൊക്കെ റിയലൈസ് ചെയ്തു. ഇപ്പോൾ തിരക്കേടില്ലാത്ത നല്ലൊരു സ്കോർ മുബീന എത്തിയിട്ടുണ്ട്. ഒരു 610ൻ്റെയും 620ൻ്റെയും ഇടയിലൊക്കെ ഉള്ളൊരു മാർക്ക് മുബീന എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വർഷം ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് എന്തായാലും കിട്ടും. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സ്റ്റേജിലെത്താൻ ഈ ഒരു 610, 620 നല്ല തിരക്കേടില്ലാത്ത പുതിയ നമ്മളെ നീറ്റ് 2025 ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ തിരക്കേടില്ലാത്ത നല്ലൊരു സ്കോറാണ് മോൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജിലെത്താൻ ഈ ഡോപ്പയിലെ കോച്ചിങ് മോൾക്ക് എങ്ങനെ ഹെൽപ്ഫുള്ളായി? അല്ലെങ്കിൽ എന്തൊക്കെ കാര്യമാണ് ഈ ഒരു സ്റ്റേജിലെത്താൻ മോളെ സഹായിച്ചത്? അത് വെച്ചാൽ ആദ്യം മുതൽ തന്നെ ഞാൻ തുടങ്ങിയത് 0 എന്ന് വെച്ചാൽ ഞാൻ +2 കഴിഞ്ഞിട്ട് പോലും നീറ്റ് ഞാൻ എഴുതിയില്ല. അത്രക്കും ഞാൻ 0 എന്നാണ് തുടങ്ങിയത്. അപ്പൊ അവിടുന്ന് മുതൽ തന്നെ ഡോപ്പ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രൂപത്തിൽ ഹെൽപ്ഫുൾ ആയി എന്നാണ് മോള് പറയുന്നത്? ഇത് പഠിക്കാൻ അക്കാഡമിക് ആണെങ്കിലും ബാക്കി മെന്റലി ഉള്ള, ഞാൻ അവിടുന്ന് ഫസ്റ്റത്തെ മാസം തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോവാൻ
തീരുമാനിച്ച ആളാണ്. എനിക്കിത് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റുന്ന സാധനമല്ല ഇത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി. അപ്പോൾ ഒരു പറഞ്ഞ് അങ്ങനെ തന്നെയാണ് ഇത്. പാരന്റ്സ് നല്ല സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ പഠിച്ച് പിന്നെ ഡോപ്പ് ചെയ്ത ഓരോ മെറ്റീരിയൽ ആണെങ്കിലും ബാക്കിയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ പറ്റിയെന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ സാധാരണ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് മെറ്റീരിയലും ഒരുപാട് ഗൈഡുകളൊക്കെ നോക്കി ഒരുപാട് സ്ട്രെയിനും അതേപോലെ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഡോപ്പിൽ വന്ന് ചേരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് അങ്ങനെ ഒരുപാട് ഗൈഡുകളൊന്നും നോക്കി ഇങ്ങനെ സമയം കളയേണ്ടതില്ല. പകരം എല്ലാ മെയിൻ പോയിൻറ്സും എല്ലാ മെയിൻ ക്വസ്റ്റ്യനൊക്കെ കിട്ടുന്ന ഒരു കോഡ് ബ്ലൂ എന്ന ഡോപ്പിൻ്റെ യുണീക്കായ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഈ കോഡ് ബ്ലൂ ഈ നീറ്റ് 2025 നമ്മൾക്ക് ഈ ഒരു ഹൈ സ്കോറിലെത്താൻ എങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നോ? ഫസ്റ്റ് നമ്മൾ ക്ലാസ് കണ്ട് പിന്നെ നേരെ കോഡ് ബ്ലൂയിലേക്ക് നമ്മൾ പോകുന്നത്. ആ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലായിട്ട് എന്തൊക്കെ അതിലുള്ളത് നമ്മൾ അറിയുന്നത് കോഡ് ബ്ലൂയിലൂടെയാണ്. പ്രീവിയസ് ഇയർ പിന്നെ അതിൽ ബേസിക്കായിട്ട് വേണ്ടതുകൊണ്ട് നല്ല ടഫായിട്ടുള്ളത് വേണ്ടതുകൊണ്ട് എല്ലാ ഇതും ഉൾക്കൊള്ളിച്ചുള്ളതാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു ചാപ്റ്റർ എന്താ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഞാൻ ക്ലാസ് കണ്ട് വേഗം കോഡ് ബ്ലൂ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഡോപ്പയിലെ ടീച്ചിങ് ആൻഡ് കോച്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുട്ടികൾക്കറിയാം. അതായത് ആദ്യം ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ്സസ് തരും, പിന്നെ ഫാക്കൽറ്റി വന്നിട്ട് ആ ചാപ്റ്റർ വീണ്ടും റിവൈസ് ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റൊക്കെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്യുവർ ഓഫ്ലൈനിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പഠിച്ചതുകൊണ്ട് നമ്മൾക്ക് എന്ത് തോന്നി? ഹൈബ്രിഡ് സിസ്റ്റം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ല അത് പഴയ ആ ഓഫ്ലൈൻ സിസ്റ്റം തന്നെയാണോ നല്ലത്? എന്താ നമുക്ക് തോന്നുന്നത്? ഹൈബ്രിഡ് അത് നല്ലൊരു പങ്കുണ്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിന്. കാരണം നമ്മൾ രാവിലെ എണീച്ച് ഒരു ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ റെഡിയായി പോകണം വേറൊരു ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ. ഇത് അവിടെ തന്നെ ഹോസ്റ്റലിലായ ക്ലാസ് മേലാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് സാധാരണ നമ്മൾ വീട്ടിലെങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ ഒരു റെഡി ആവണം എന്നുള്ള ആ ഒരു സംഭവമില്ല. ഓക്കെ. അതായത് നിങ്ങൾക്ക് രാവിലെ ഹോസ്റ്റലിൽ നിന്ന് റെഡിയായി ഡ്രസ്സൊക്കെ മാറി എല്ലാം തയ്യാറായിട്ട് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ടൈം നമുക്ക് വേസ്റ്റ് വരുന്നില്ല. ഹോസ്റ്റലിൽ തന്നെ ക്ലാസ് അറേഞ്ച് ചെയ്തതുകൊണ്ട് നമ്മൾ ആസ് യൂഷ്വൽ വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ ചെയ്യുന്ന ആ ഒരു റൂട്ടീൻ വർക്ക് പോലെയാണ് നമ്മൾക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അത് ഒരുപാട് സമയം ലാഭിക്കാനും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഡോപ്പയിൽ വരുന്ന വേറെ ഒരു സംഭവമാണ്, എല്ലാ ദിവസവും ഡോപ്പിൻ്റെ ഡയറക്ടറായ ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ എല്ലാ ദിവസവും മോർണിംഗ് മീറ്റ് എല്ലാ ഡോപ്പിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും രാവിലെ ഒരു 20 or 15 minutes ഒരു മോർണിംഗ് മീറ്റ് ഉണ്ട്. വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും മോട്ടിവേഷൻസും എല്ലാം കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അത് നീറ്റ് മെയ് 4 നീറ്റ് കഴിയുന്ന അന്നും അതിന് ശേഷം ഇപ്പോഴും ആ പ്രോഗ്രാം പലപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം ഈ ഒരു ഹൈ സ്കോർ എത്തുന്നതിൽ മോൾക്കൊരു പ്രചോദനമായിട്ടുണ്ട്? രാവിലെ ഞാൻ മോർണിംഗ് ബാച്ച് ആയിരുന്നു. രാവിലെ എണീച്ച് ആ ഒരു ഫുഡ് കഴിക്കുന്നവരെ നമ്മളതായ ഇതിൽ പഠിച്ച് പിന്നത്തെ ആ സ്റ്റാർട്ടിങ്ങിൽ ആഷിഖ് സാറിൻ്റെ അത് ഒരു ദിവസം ഇല്ലെങ്കിൽ ഭയങ്കര നമുക്കത് മനസ്സിലാവും. ആ ഒരു ഗ്യാപ്പ് മനസ്സിലാവും. കാരണം സാറ് ചിലപ്പം തലേദിവസം പറഞ്ഞത് തന്നെ ആയിരിക്കും പിറ്റേന്ന് പറയുന്നത്. എന്നാലും അതില്ലെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി അതൊരു ലൈഫിന്റെ പാർട്ടായി. ഓക്കെ ഓക്കെ. നീറ്റിന്റെ അന്നും രാവിലെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി കേട്ടോണ്ട് ഞാൻ പോയിട്ടുള്ളത്. കാരണം ആ ഒരു ഗ്യാപ്പ് നല്ലോണം മനസ്സിലാവും സാറ് ഒരു ദിവസം ഇല്ലെങ്കിൽ. ഓക്കെ. പിന്നെ ഡോപ്പില് ഒരു ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ, ആ എക്സാം പാറ്റേൺ എങ്ങനെയൊക്കെയാ നമ്മൾക്ക് ഒരു ഹൈ സ്കോറിൽ എത്താൻ സഹായിച്ചത്? എക്സാം പറഞ്ഞാൽ ഞങ്ങൾ എഴുതിയ എക്സാമിന് കണക്കില്ല. കാരണം അത്രയ്ക്ക് എക്സാം എഴുതി ഇപ്പൊ എൻ്റെ വീട്ടിന്റെ ഒരു ഷെൽഫ് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം ലാസ്റ്റിലേക്ക് തന്നെ ഒരു 125 അങ്ങനെ എത്ര എക്സാമാണ് ഞങ്ങൾ നീറ്റ് എഴുതിയത്. പിന്നെ റിവിഷൻ ടൈമിലാണെങ്കിലും അത്ര എക്സാം എഴുതി. എക്സാം ശരിക്കും നമ്മൾ കുറേ പഠിക്കുന്നതിനേക്കാളും വേണ്ടത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് കുറേ എക്സാം എഴുതൽ തന്നെയാണ് വേണ്ടത്. പ്രാക്ടീസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ലോണം കിട്ടിയിരിക്കും നമുക്ക് ഇവിടുന്ന്. ഓക്കെ. ഞാനൊരു കെമിസ്ട്രി ഫാക്കൽറ്റി എന്നുള്ളതിലേക്ക് ചോദിക്കുന്നത്, നീറ്റ് 2025 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ
എല്ലാ ക്വസ്റ്റ്യനും NCERT ബേസ്ഡ് ആയിട്ടല്ലേ വന്നത്? എന്താ മുബീനിൻ്റെ അഭിപ്രായം? കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു കാണാത്ത പോലെ ഇങ്ങനെ ഫീൽ ചെയ്ത്, പക്ഷെ അതർവൈസ് ബാക്കിയൊക്കെ നോക്കിയാൽ ഫുൾ NCERT ബേസ്ഡ്, സാധാരണ അഷ്റഫ് സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു സെയിം പാറ്റേൺ തന്നെയായിരുന്നു തോന്നിയത്. വന്നിട്ടുണ്ടായിരുന്നു. 1-2 ക്വസ്റ്റ്യൻ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അപ്പോൾ ഐസോമേഴ്സിന്റെ നമ്പർ ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കാം. അതിന്റെ വേറെ പാറ്റേൺ നമ്മൾ കൊണ്ട് സെർച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് അതിൽ കൂടെ ആൻസറിലെത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ ഡോപ്പയിൽ വരുന്ന വേറൊരു യുണീക്കായൊരു സംഭവമാണ് മെഡിക്കോ മെൻറ്റർഷിപ്പ്. എല്ലാ ഡോപ്പയിൽ റെസിഡൻഷ്യലിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു മെൻറ്റർ ഉണ്ട്, ഒരു മെഡിക്കോ മെൻറ്റർ ഉണ്ടാവും. ഈ മെൻറ്റർഷിപ്പ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? നമ്മൾ മാസത്തിൽ 1-2 വട്ടമാണ് ഒരു വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിലായതുകൊണ്ട് നമ്മൾ ഒരു ഡ്രീം കോളേജാണല്ലോ അത്. അപ്പോൾ അടുത്ത കഥകളെല്ലാം കേൾക്കുമ്പോൾ അവിടെ എത്തണം, ഓരോ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ പഠിച്ച സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓര് പോയ അതേ ഫേസ് കൂടെയാണ് നമ്മളും പോകുന്നത്. അപ്പോൾ നമ്മളെ ഫീലിങ്സ് അവർക്ക് നല്ലോണം മനസ്സിലാവും. അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് അത് നന്നായി പറഞ്ഞുതരും. ഇപ്പം ചെയ്യുന്നത് അങ്ങനെ പോരാ, ഇങ്ങനെ വേണം, എന്താണ് നമുക്ക് വേണ്ടത് നന്നായി പറഞ്ഞുതരും. പിന്നെ ഓരോ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ എത്തണം എന്നുള്ള ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തോ ആ ഫേസ് ഒക്കെ കടന്നു പോയ ആളുകളാണ്. അപ്പോൾ അവരുടെ അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. പിന്നെ നിങ്ങൾ ഈ ഡോക്ടർ ആകണമെന്നൊരു മോഹം മുബീനക്ക് നേരത്തെ ഉണ്ടായിരുന്നു? അതായത് ഒരു ഹൈസ്കൂൾ മുതലോ അല്ലെങ്കിൽ വളരെ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടാവും? അതല്ല പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണോ? അല്ല, എനിക്ക് ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ട് ഡോക്ടർ ആവണം, പക്ഷെ എൻ്റെ ഫാമിലിയിലൊന്നും ആരുമില്ല ഡോക്ടേഴ്സായിട്ട്. ഫാമിലി ആരുമില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് കുറേ പൈസ ഒക്കെ ചെലവാക്കണം, കുറേ ഇതുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കുറേ പഠിക്കാനുണ്ടാവും. ഞാനും ഉപ്പാനോട് പറയുന്നത് മരിക്കുന്നവോളം പഠിക്കാനുണ്ടാവോ, അങ്ങനെയൊക്കെ കുറേ പഠിക്കാനുണ്ട്, അതിനെ കൊണ്ട് പറ്റുമോ, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ +2 കഴിഞ്ഞപ്പോൾ നോക്കി നോക്കാം, അങ്ങനെയാണ് ഇതിലെത്തിയത്. ഈ +2 വരെ പഠിച്ച കാലയളവിൽ എപ്പോഴെങ്കിലും ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടോ? റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് 2 മാസം കഴിഞ്ഞപ്പോൾ നിർത്തി പോകണം എന്നൊക്കെ തോന്നി. അതിൽ പിടിച്ചു നിന്ന് ഇപ്പോൾ തിരക്കേടില്ലാത്ത നല്ലൊരു സ്കോറിലെത്തി. അപ്പോൾ ഇത് കാണുന്ന കുട്ടികൾക്ക് നമുക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ഒരു നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ, നീറ്റ് 2026 എക്സാം എഴുതാൻ പോകുന്ന, റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കുട്ടികളോട് മോൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? എല്ലാവരോടും പറയണത്, നമ്മളൊന്നും എല്ലാം നമ്മളെ കംഫർട്ടിൽ ഇരുന്നാലും ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും നമ്മളെ വീട്ടിലത്തെ ഫുഡ്, വീട്ടിലത്തെ ഉമ്മ ഉപ്പ ഓരോ അടുത്തിരുന്ന് പഠിക്കാൻ തന്നെ എനിക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ നമ്മളതൊക്കെ മാറ്റി വെച്ച് നമ്മളെ ആഗ്രഹത്തിന് വേണ്ടി നമ്മളെല്ലാം ഒഴിവാക്കി അത്രയും നമ്മൾ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമ്മളൊരു ഡ്രീമിലേക്ക് എത്തുള്ളൂ. അതിപ്പോൾ നമുക്കിപ്പോൾ 1 മാസം ഒക്കെ നിന്നാൽ എന്തായാലും വീട്ടിലേക്ക് പോകണം, തിരിച്ചു പോകണം. വീട്ടിൽ നിന്നാൽ ഞാൻ ഇതിനേക്കാളും കൂടുതൽ പഠിക്കും, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. ഇതിലും നല്ലോണം ഞാൻ +2 ഇതിനേക്കാളും നല്ലോണം പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആടുന്നതായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടുക, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അതെല്ലാം നമ്മളെ തോന്നലാണ്, അത് നമ്മളത് സാക്രിഫൈസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, മോളത് +2 കഴിഞ്ഞപ്പോൾ മോൾക്ക് എത്ര % മാർക്ക് ഉണ്ടായിരുന്നു? +2 95% +2 മാർക്ക് ഉണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്യാൻ വന്ന് പല എക്സാമിലും ചിലപ്പോൾ മാർക്കുകളൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്ത് തോന്നി? അപ്പോഴാണ് നേരത്തെ പറഞ്ഞ സംഗതി തോന്നിയത്, ഇത് നിർത്തി പോകണമെന്ന്. കാരണം 95% മാർക്ക് +2 കിട്ടിയ എനിക്ക് റിപ്പീറ്റ് ചെയ്യാമെന്ന് എക്സാം എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞു പോവും. അത് നമുക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ ഒരു പ്രയാസം. അപ്പോൾ ഇത് പാതി വഴിയിൽ നിർത്തണോ എന്നൊക്കെ ആലോചിച്ചത് അങ്ങനെയായിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിൽ പിടിച്ചു നിന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു നല്ല ലെവൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കിൽ തന്നെയാണ് മുബീന എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു മെസ്സേജാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ ഏത് കാര്യത്തെയും സധൈര്യം ഫേസ് ചെയ്താൽ നമ്മളെ ഡ്രീം എന്താണോ അവിടെ നമുക്ക് എത്താൻ പറ്റും എന്നാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജായിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ ഈ ഡോപ്പൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എപ്പോഴാണ് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്? മാസത്തിൽ ഒരു വട്ടം നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് വീട്ടിലേക്ക് പോവാറുണ്ടോ? അതല്ല ഹോസ്റ്റലിൽ തന്നെ നിൽക്കാറുണ്ടോ? വീട്ടിൽ പോവാതെ മാസങ്ങളുണ്ട്,
പിന്നെ വീട്ടിൽ ഇങ്ങനെ കമ്പൽസറി ആയിട്ടുള്ള ലീവ് പറയുമ്പോൾ കമ്പൽസറി ആയിട്ട് ലീവ് വരുമ്പോൾ എന്തായാലും നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ അത് പോകുമ്പോൾ നമ്മൾ ഒരു മാസം ഇങ്ങനെ ഫുള്ള് പഠിത്തം ആ ഒരു ഇത് ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ പിന്നെ വന്നിട്ടുള്ള പിന്നെ തുടങ്ങുമ്പോൾ ഒരു വേറൊരു എനർജി കിട്ടും. അങ്ങനെ എക്സാംസിൻ്റെ ഇപ്പോൾ വീക്കിലി എക്സാംസ് എല്ലാ വീക്കിലും എക്സാംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊരു ഗ്രാൻഡ് എക്സാം ഉണ്ട്. ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഗ്രാൻഡ് എക്സാം ഉണ്ട്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കമ്പൈൻഡ് ഗ്രാൻഡ് എക്സാം വരും. അങ്ങനെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നീറ്റ് മെയ് 4 എക്സാം ഹാളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ലാർജ് നമ്പർ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടാണ് എക്സാമിന് പോയത്. അത് തന്നെ മങ്ങൾക്ക് നല്ലൊരു അനുഭവം കിട്ടിയത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് മോളെ അഭിപ്രായം, നിങ്ങൾ 720 എക്സാം എഴുതിയപ്പോൾ ഡോപ്പയിൽ 3 മണിക്കൂർ സമയം നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു. എത്രയാണ് തന്നത്? 2.25 മണിക്കൂർ കൊണ്ടാണ് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതി നിങ്ങൾ ട്രെയിൻഡ് ആയത്. ഒരു 15 മിനിറ്റ് ടൈം നമ്മുടെ കയ്യിൽ ബഫർ സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് നീറ്റ് എക്സാമിന് ഗുണം ചെയ്തോ? നല്ലോണം. കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 2:10 എക്സാം തുടങ്ങിയത്. അപ്പൊ തന്നെ ഞാൻ 3 മണിക്കൂറാണ് ഒന്നാമതേ എക്സാം ടഫ്. അപ്പോൾ 3 മണിക്കൂറാണ് ഞാൻ പഠിച്ച് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇത്ര എത്തിയ സ്കോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ലാസ്റ്റ് ആ മിനിറ്റിൽ ഞാൻ ചെയ്ത കുറേ ആൻസർ ശരിയായിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറെ കാര്യം, ഇപ്പോൾ ഈ നീറ്റ് 2025 ഇതുവരെ നീറ്റിൻ്റെ ചരിത്രത്തിലില്ലാത്ത അത്ര ടഫായ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പോൾ ഇനി നീറ്റ് 2026 എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മോളെ സജഷന് ആദ്യം തന്നെ കുട്ടികൾ നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണോ? ഇപ്പോൾ JEE അഡ്വാൻസ്ഡിലെ ക്വസ്റ്റ്യൻ വരെ കെമിസ്ട്രിയിൽ ഈ വർഷത്തെ നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നീറ്റ് 2026 എഴുതാൻ പോകുന്ന ഒരു കുട്ടി അവർ ആദ്യത്തെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ തന്നെ ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണോ? അതല്ല ഒരു റൗണ്ട് കഴിഞ്ഞ് ടോപ്പിക്കൊക്കെ കഴിഞ്ഞ് നല്ലോണം ബേസ് ലെവലൊക്കെ നല്ല സെറ്റാക്കിയതിന് ശേഷം ഒരു ഹയർ ലെവലിലേക്ക് പോയാൽ മതിയോ? എന്താ മോളെ ഒരു സജഷന്? ഞാൻ പറയുന്നത് ഫസ്റ്റ് ബേസില്ലാണ്ട് നമ്മളൊന്നും ചെയ്തിട്ട് വരില്ല. കാരണം ഇപ്പൊ നമ്മള് 2025 ഭയങ്കര ടഫ് അല്ലേനോ, അടുത്ത കൊല്ലം അങ്ങനെ ആവാലോ, ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. ചിലപ്പോൾ അടുത്ത കൊല്ലം ഈസി ആണെങ്കിലോ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടഫുള്ള ഇത് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ബേസൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം അഡ്വാൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ ഡോപ്പർ റെസിഡൻഷ്യൽ ബാച്ചിലെ മൊത്തം പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് എഴുതിയ ഒരുപാട് എക്സാംസിൻ്റെ റിസൾട്ടിൻ്റെ ബേസിലാണ് അവസാനം മുബീന ഡോപ്പിൽ ഒരു പ്രീമിയം ബാച്ചിലേക്ക് മോളെ മാറ്റുന്നത്. ആ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം, അതായത് ഒരു പ്രീമിയം ബാച്ചിലേക്ക് മോളെ സെലക്ട് ചെയ്തെന്നുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതെന്ത് തോന്നി? അത് ഈ എക്സാമിന് ഹെൽപ്ഫുൾ ആയോ? അതല്ല പ്രീമിയം ബാച്ചിലേക്ക് മാറ്റിയത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഗുണമൊന്നും കിട്ടിയിട്ടില്ല, എന്താ മോക്ക് തോന്നിയത്? നല്ലോണം കിട്ടി. കാരണം നമ്മൾ വലിയ ഒരു ക്രൗഡിൽ നിന്നാണ് കുറച്ച് 60 കുട്ടികളുള്ള കുറച്ച് ഇവിടത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ അവിടുന്ന് എന്താ എല്ലാ ഫുള്ള് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും കുറേ ക്യൂ നിൽക്കണം, അങ്ങനെ കുറേ ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റി ഇപ്പുറത്തേക്ക് മാറിയപ്പോൾ. പിന്നെ നല്ലോണം ടാലന്റഡ് ആയ വളരെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ എത്തിയപ്പോൾ എല്ലാവരും അത്രയ്ക്കും കുറച്ച് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും നമ്മളെ അത്രയും വേണമെന്ന് അത്രയും ആഗ്രഹത്തിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് കൂടുതൽ ഉണ്ടായിരുന്നുണ്ട്. അത് ഈ ഹൈ സ്കോറിൽ എത്താൻ മോളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളെടുത്ത് ഈ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യം പ്രത്യേകമായിട്ട് പറയാനുണ്ടോ? നോർമലി ചെയ്യാന്നല്ല, കുട്ടികൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട അങ്ങനത്തെ എന്തെങ്കിലും പോയിന്റുകൾ പറയാനുണ്ടോ? നല്ലോണം ഞാൻ പറയുന്നത് ഫിസിക്സ് നല്ലോണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഫസ്റ്റൊക്കെ കുറവേനു. അപ്പോൾ ഒരു ചാപ്റ്ററിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഫിസിക്സ് കുറേ കോൺസെപ്റ്റ് പഠിച്ച് ഇരിക്കുന്നതിനേക്കാളും നല്ലത് നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യലാണ്. കെമിസ്ട്രി ആണെങ്കിൽ എന്താ ഇനോർഗാനിക് ആണെങ്കിൽ NCERT പുറത്തേക്ക് പോകണ്ട, അതന്നെ പറയുള്ളത്. NCERT എന്താ നമുക്ക് എത്രത്തോളം വെള്ളാക്കാൻ പറ്റുമോ അത്രത്തോളം ഇനോർഗാനിക് ഒക്കെ NCERT മാക്സിമം തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, അതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ കോഡ് ബ്ലൂ തരുമ്പോഴേ, ഇപ്പോൾ ഡോപ്പയിൽ തരുന്ന ഒരു യൂണീക്ക് മെറ്റീരിയലാണ് കോഡ് ബ്ലൂ. ഇപ്പോൾ ഒരു ചാപ്റ്ററിനകത്ത് ഏകദേശം എത്ര ക്വസ്റ്റ്യൻ ആ കോഡ് ബ്ലൂവിൽ നിങ്ങൾ ചെയ്ത്?
കോഡ് ബ്ലൂവിൽ മാത്രമായിട്ട്? കോഡ് ബ്ലൂവിൽ മാത്രമായിട്ട് 200 to 300 200 to 300 ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിലും കോഡ് ബ്ലൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് ബ്ലൂവിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, അതിൽ പ്രീവിയസ് ഉണ്ട്, ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്നാൽ വളരെ അഡ്വാൻസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത ഒരു മെറ്റീരിയലാണ് കോഡ് ബ്ലൂ. അപ്പോൾ ഈ വർഷത്തെ നീറ്റ് എക്സാം ടഫായപ്പോൾ നമ്മൾ കോഡ് ബ്ലൂവിൽ ചെയ്ത ടൈപ്പ് അങ്ങനെ ടഫായ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് ബ്ലൂ എന്തായാലും പ്രാക്ടീസ് ചെയ്തത് ഒരു സ്കോറിലെത്താൻ മോളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്നുള്ള പാരൻസ്, മോളെ പാരൻസൊക്കെ പിന്നെ എന്തെങ്കിലും ജോലി ചെയ്ത്, ഐ മീൻ വേറെ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആളുകളാണോ? അല്ല, ഒരു സാധാരണ ഒരു ബിസിനസ്സാ, ഉമ്മ ഹൗസ് വൈഫാ, ഒന്നുമില്ല. ഓക്കെ. വേറെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ? ഒരു ആരും എഡ്യൂക്കേറ്റഡ് മെഡിക്കൽ ഫീൽഡിൽ ആരും ഇല്ലെന്ന് ആദ്യം പറഞ്ഞു. മോളെ കുടുംബത്തിലെ ഏക ഡോക്ടർ ഇതുവരെ ഉള്ളതിൽ ഡോക്ടറാകാൻ പോകുന്ന ആളാണ്. ഓക്കെ. കഠിനാധ്വാനത്തിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു. ഇടയിൽ കോഴ്സ് നിർത്തണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഇപ്പോൾ മുബീന ഈ ഒരു ഹൈ സ്കോറിലെത്തി നമ്മുടെ മുമ്പിലെത്തി. ജീവിതത്തിലെ ഇനിയിട്ടുള്ള അങ്ങോട്ടുള്ള എല്ലാ പ്രയാണത്തിലും എല്ലാ വിജയങ്ങളും നന്മകളും മുബീനക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.